രാജ്യത്തിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുക. ആഹാ, ഇന്ന് മനോഹരമായി നടക്കാത്ത സ്വപ്നം അല്ലേ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്, എലീസ പെറി. ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പേരാണിത്. ഓസ്ട്രേലിയൻ കായിക ഭൂപടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പേരാണ് എലീസ അലക്സാൻഡ്ര പെറിയുടേത്. ക്രിക്കറ്റും ഫുട്ബോളും ഒരുപോലെ വഴങ്ങും എലീസ പെറി എന്ന ഈ 33-കാരിക്ക്. ഒരേ സമയം അന്താരാഷ്ട്ര തലത്തിൽ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച വനിത, രണ്ടിലും പ്രധാനമായ റോളുകളിൽ കളിച്ച് കഴിവ് തെളിയിച്ച വനിതാരത്നം. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഈ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഐക്കൺ താരമായിരുന്നു ഇവർ. 16-ാം വയസ്സിലാണ് എലീസ ഓസ്ട്രേലിയയുടെ ദേശീയ ക്രിക്കറ്റ്, ഫുട്ബോൾ ടീമുകളിൽ ഇടം പിടിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരമായിരുന്നു അന്നവർ. 2013 വരെ രണ്ടു ടീമിലും ഒരുപോലെ സജീവമായിരുന്നു എലീസ. പിന്നീട് ക്രിക്കറ്റിൽ ശ്രദ്ധയൂന്നി. ഫുട്ബോളിൽ പ്രതിരോധമായിരുന്നു ജോലി, ക്രിക്കറ്റിൽ ഓൾറൗണ്ടറും. ബാറ്റിംഗിലെ എലീസയുടെ മികവ് എടുത്തു പറയേണ്ടതാണ്. 2007 ജൂലൈ 22-ന് ന്യൂസിലൻഡിനെതിരെ നടന്ന ഏകദിന ക്രിക്കറ്റിലാണ് എലീസ ഓസ്ട്രേലിയക്കായി അരങ്ങേറിയത്. 144 ഏകദിനങ്ങളിൽ 3894 റൺസും 163 വിക്കറ്റും 2 സെഞ്ചുറിയും ഇവർ നേടി. 151 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 1841 റൺസും 125 വിക്കറ്റും ലഭിച്ചു. 9 അർദ്ധ സെഞ്ചുറികളും ഇവർ നേടി. ഓസീസിനു വേണ്ടി 13 ടെസ്റ്റ് കളിച്ചു. ഇക്കുറി വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ ഒരു മത്സരത്തിൽ 6 വിക്കറ്റ് നേടി. 8 കളികളിൽ 312 റൺസും 7 വിക്കറ്റും സ്വന്തം പേരിലാക്കി. ഈ ടൂർണമെന്റിലെ മികച്ച ബൗളിംഗും പെറിയുടെ പേരിലാണ്. ബാറ്റിംഗ് ശരാശരിയിൽ 2ാമതും ബൗളിംഗ് ശരാശരിയിൽ 3ാമതുമുണ്ട് എലീസ. 2007 ക്രിക്കറ്റിൽ ഇറങ്ങേറിയ എലീസ ഓസ്ട്രേലിയക്കൊപ്പം 2 തവണ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പും 6 തവണ 2020 ലോകകപ്പും നേടിയിട്ടുണ്ട്. ഇനി ഫുട്ബോളിലേക്ക് വന്നാൽ സെൻട്രൽ കോസ്റ്റ് മറൈൻസ് ക്ലബിൽ തുടങ്ങി സിഡ്നി FC വരെ നീളുന്നതാണ് പെറിയുടെ ഫുട്ബോൾ യാത്ര. 2007 ഓസീസ് അണ്ടർ 20 ടീമിലും 2013 വരെ സീനിയർ ടീമിലും കളിച്ചു. 18 മത്സരങ്ങളിൽ 3 ഗോളുകളുണ്ട്. 2011 ജർമ്മനി ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയ നേരിടുന്നത് വമ്പന്മാരായ സ്വീഡനെ. തുടക്കത്തിൽ തന്നെ 2 ഗോളടിച്ച് സ്വീഡൻ സോക്കറൂസിനെ ഞെട്ടിച്ചു. 40-ാം മിനിറ്റിൽ എലീസ പെറിയുടെ ലോങ് റേഞ്ച് ഗോൾ സ്വീഡനും കാണികളും അമ്പരന്നു. ആ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായിരുന്നു എലീസ പെറിയുടെ കാലുകളിൽ നിന്ന് പിറന്നത്. മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടെങ്കിലും അവർ നേടിയ ഏക ആശ്വാസ ഗോൾ കൂടിയായിരുന്നു അത്. 2011 ഫുട്ബോൾ ലോകകപ്പിലും 2011 തന്നെ 2020 ക്രിക്കറ്റ് ലോകകപ്പിലും അവർ ഭാഗമായി. ആ വർഷത്തെ 2020 ലോകകപ്പ് കിരീടം എലീസയുൾപ്പെട്ട ഓസ്ട്രേലിയ സ്വന്തമാക്കുകയും ചെയ്തു. 2007 മുതൽ 2013 വരെ നീണ്ടുനിന്ന ഫുട്ബോൾ കരിയർ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് ക്രിക്കറ്റിൽ അവർ പിന്നീട് ശ്രദ്ധയൂന്നുന്നത്.